ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഇഫ്താറിൻ്റെ സ്നാക്സുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഉള്ള സാധാ ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയൊന്നും നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പട്ടാണിയാണ് എടുത്തിട്ടില്ല, ഗ്രീൻ പീസ്. അപ്പോൾ അത് ഒരു 1/2 കപ്പോളം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് ഇതെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഞാൻ വഴറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം വേവിച്ചതാണ് കേട്ടോ. ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ആ ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം ഒന്ന് സെറ്റായി വരുന്ന അതുവരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ വെക്കരുത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായി ആറി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. അപ്പോഴേക്കും ഞാൻ ഇവിടെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 6 മുട്ട എടുത്തിട്ട് പുഴുങ്ങിയതാണ്. ഇനി ഇതിലേക്കുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യാകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ വെള്ളം കൂടിപ്പോവും വേണ്ട. അപ്പോൾ ആ ഒരു കറക്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാം. പിന്നെ ഒരുപാട് നേരം റെസ്റ്റ് വെക്കും വേണ്ട. നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂക്കി കൊടുത്തൊരു 5 മിനിറ്റോളം മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മാവൊന്ന് കുറച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിട്ടൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു മുട്ടയൊക്കെ അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്യുന്ന രീതിയിൽ കുറേ ഷേറ്റ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ പറ്റാം. ഒരുപാട് കനത്തിലൊന്നും വെച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ നേരിയ കട്ടി മാത്രം മതി കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഞാൻ അങ്ങനെ കവർ ചെയ്തിട്ടില്ല. ബാക്കി സൈഡ് ഭാഗം ഒക്കെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഉരുട്ടി മസാല ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മസാല പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിൽ നിന്നും ഒരു ഉണ്ട മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് മാവ് എല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പത്രക്കോൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു അടപ്പ് വെച്ചിട്ട് നമ്മളതൊന്ന് വട്ടാക്കി എടുത്തിട്ടുണ്ട്.
കട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണമെങ്കിൽ എല്ലാം മാവ് ഒന്നിച്ച് പരത്തിയിട്ട് അങ്ങനെ വട്ടാക്കി അങ്ങനെ ഓരോ വട്ടാക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു നമ്മുടെ ആ ഒരു മുട്ടയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ഫില്ലിങ് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടിയും ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം കഴിയണത്ര മാത്രം കവർ ചെയ്ത് കൊടുത്താൽ പറ്റുക. ഇനിയിപ്പോൾ കവർ ചെയ്യാനുള്ള ഒരു അവിടെ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കവർ ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ കഴിയുന്ന രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തതും പരത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിന് വലിപ്പം കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ആ കുഴൽ കൊണ്ട് ഒന്നും കൂടി പരത്തിയെടുക്കണമെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നടുഭാഗം ഞാൻ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു കത്തി കൊണ്ട്. എന്നിട്ടാണ് ഇതൊന്ന് അങ്ങനെ ഇതുപോലെ അങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങനെ റോൾ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ കൈകൊണ്ട് ബാക്കിയുള്ള ആ ഒരു ഷീറ്റ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഈ ഒരു ഷീറ്റിൽ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു അടിഭാഗം നമ്മൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ ഒരു മാവിലൊന്ന് ജസ്റ്റ് മുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് ഇതുപോലെ ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അടിഭാഗം കവറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം കാണാനും ഒരു ഭംഗിയുണ്ടാവും ഫ്രൈ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനിതൊന്ന് ടിപ്പ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിലും ഈ ഒരു മൈദയുടെ മാവിലും ഒന്ന് ടിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ. കാണാനും നല്ല മൊഞ്ചുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഉൾഭാഗം ഒന്നും വേവാനൊന്നുമില്ല. അപ്പോൾ പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് കളറായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കളറാക്കി എടുക്കുന്നുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടും നമുക്കൊരു പ്ലേറ്റിൽ നല്ല അടിപൊളിയിൽ വെക്കാൻ പറ്റും. അല്ലാതെ ഇതുപോലെ തന്നെ മുഴുവനായിട്ടും വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടി എളുപ്പം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.